ടാറ്റ കൊടുക്ക്. ആരാണ്? ടാറ്റ കൊടുക്കേ മമ്മാക്ക്. ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പം നമ്മളിതേ പോകുന്നത് നമ്മളെ നാട്ടിൽ സമൂഹ നോമ്പ് പറയാണ് കേട്ടോ. അന്ന് അപ്പോൾ ആരുമില്ലടാ. അന്ന് മൂത്തമ്മ അയൽവാസിത്തോരൊക്കെ ഉണ്ടായിരുന്നു. ഇന്ന് അവരാരുമില്ല, ഞാൻ മാത്രമേ ഉള്ളൂ ഗൈസ്. പിന്നെ അമ്മ ഉണ്ടായിരുന്നു. പെട്ടെന്ന് വെച്ചിട്ട് കുഞ്ഞിമ്മ അന്ന് വരുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ പിന്നെ അമ്മ അവിടെ തന്നെ നിന്ന്. പക്ഷേ വമ്പൻ ട്വിസ്റ്റായിരുന്നു, കുഞ്ഞിമ്മ വന്നില്ല ഗൈസ്. ഞങ്ങൾ ആദ്യം ഒന്നും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല, ഫുഡോ കാര്യങ്ങളൊന്നും കരുതിയിട്ടുണ്ടായിരുന്നില്ല. നോമ്പ് പറയല്ലേ, അപ്പോൾ അത്താഴത്തിനുള്ളത് മാത്രം കരുതിയിട്ടുണ്ടായിരുന്നുള്ളൂ. ആ സമയത്താണ് കുഞ്ഞിമ്മ വരുന്നുണ്ടെന്ന് ഉച്ചക്ക് വിളിച്ച് പറഞ്ഞപ്പോൾ പിന്നെ എല്ലാ ഫുഡും കാര്യങ്ങളും എല്ലതും ഉണ്ടാക്കി വെച്ചു ഉമ്മയുടെ. അപ്പോൾ പിന്നെ ഇവിടെ ആയില്ല, എങ്ങനെയാണ് പോവുക? അപ്പോൾ പിന്നെ ഉമ്മ ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചതിന് ശേഷം കണ്ടിക്കുന്നു കോള് വരുന്നു. കുഞ്ഞിമ്മ വന്നിട്ടില്ല, പക്ഷെ അമ്മക്ക് വരാൻ മടിയായി പറഞ്ഞ് ഞാനും ഇല്ല എന്നാലും പറഞ്ഞ്. അപ്പോൾ പിന്നെ ഞാൻ മോനുസിനെ കൊണ്ടത്. പാവല്ലേ, ഒരു രസമല്ലേ, വെല്ലിപ്പാനെ കണ്ടിക്കണം അവിടെ. അതാണ് കേട്ടാ. കഴിഞ്ഞ തവണ എന്ന് വെച്ചാൽ ഒരുപാട് പെണ്ണുങ്ങളുണ്ടായിരുന്നു കേട്ടോ. എല്ലാവരും വീട്ടിൽ നടന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നവർ. ഇപ്രാവശ്യം അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് അയൽവാസിയിലുള്ളവരും മൂത്തമ്മക്കൊക്കെ ഒരു മടിയായത്. ഞാൻ എത്തിയതെന്ന് വെച്ചാൽ ഏകദേശം ബാങ്ക് കൊടുക്കാനൊക്കെ ടൈമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അപ്പുറത്തെ സൈഡിലായിരുന്നു പെണ്ണുങ്ങളുണ്ടായിരുന്നത്, അത് അവിടെ ഫുള്ളായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആണുങ്ങൾ നിൽക്കുന്ന ഈ ഒരു ഏരിയയിലാണ് ഞാൻ ഇരുന്നത്. കുറച്ച് 2-3 സീറ്റും കൂടി ഫില്ലാവാൻ ബാക്കിയുണ്ടായിരുന്നു, ഫില്ലായിട്ടുണ്ടായില്ല. പിന്നെ ഞങ്ങൾ കുറേ നേരം ഞാനും മോനും ഇങ്ങനെ സാറ പറഞ്ഞ് ഇന്നലത്തെ 2 ദിവസത്തെ വീഡിയോ ഒന്നും ഒട്ടും ലെങ്ത്തില്ല, അപ്പോൾ ഇച്ചിരിയെങ്കിലും ലെങ്ത്ത് വേണ്ടേ. പിന്നെ ആരുമില്ല, ഞങ്ങൾ മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ പിന്നെ എനിക്കൊരു ഇതൊക്കെ ആയി. പിന്നെ എൻ്റെ ഫ്രണ്ടിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു, നോമ്പ് വേറെ ഉണ്ട്, വീഡിയോ എടുക്കാൻ വരണമെങ്കിൽ പോരേന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവൾ വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ മോനുസിൻ്റെ ഓരോ കാര്യങ്ങൾ, അവൻ്റെ ഓരോ കളികളും കാര്യങ്ങളൊക്കെ ഞാൻ അധികം അങ്ങനെ കണ്ട് വീഡിയോയിൽ ഉൾപ്പെടുത്തലില്ലായിരുന്നു, എന്തുകൊണ്ടെന്നോ. പക്ഷേ ഇപ്പോൾ അക്കാര്യത്തിൽ എനിക്ക് ഭയങ്കര സങ്കടമുണ്ട് കേട്ടോ. അതുകൊണ്ട് ഞാൻ ഇപ്പോൾ നന്നായിട്ട് പെടുത്തുന്നുണ്ട്. കണ്ടു കിട്ടിയിട്ടുണ്ട് ഗൈസ്. താങ്ക് യു. ഇവനൊരു വ്ളോഗറാണ്. ഇവനെ ഞാൻ ആദ്യമായിട്ട് കാണുന്നത് ഞങ്ങളിവിടുത്തെ കഴിഞ്ഞ കൊല്ലത്തെ നോമ്പ് പെറൻ്റെ ടൈമിലാണ് കേട്ടോ. അന്ന് ഇതുപോലെ അവൻ വീഡിയോ ഒക്കെ എടുക്കുന്നത് കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങളൊരു ഇൻഫ്ലുവൻസേഴ്സ് മീറ്റിന് പോയിട്ടുണ്ടായിരുന്നു. അവിടെ വെച്ചിട്ടാണ് ഞങ്ങൾ പരിചയപ്പെടുന്നത്, കമ്പനി ആവുന്നത്. അപ്പോൾ ഇപ്രാവശ്യം ഞാൻ കുറേ ചിന്തിച്ചു, അവനൊന്ന് വിളിച്ചാലേ കയ്യിൽ നമ്പർ ഇല്ലാത്തതുകൊണ്ട് പിന്നെ ഞാൻ വിചാരിച്ചു ഇവർ ആരെങ്കിലുമൊക്കെ വിളിച്ചിട്ടുണ്ടാവും, എന്തായാലും അവൻ അവിടെ എത്തിയപ്പോൾ പിന്നെ ഞാൻ അവനെയും പെടുത്തിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അവൻ നല്ല ഓടി നടന്ന് വീഡിയോ എടുക്കുന്ന തിരക്കിലാണ്. ഇന്നെപ്പോലല്ല അവൻ എല്ലാവരുടെ അടുത്തും എത്തും, വീഡിയോ ആയിട്ട് എല്ലാവരുടെ അടുത്തും സംസാരിപ്പിക്കുകയും ഒക്കെ ചെയ്യും കേട്ടോ. ഞാൻ പിന്നെ നമ്മളെ കാര്യങ്ങൾ മാത്രമല്ലേ, നമ്മളെന്ന് വെച്ചാൽ വീഡിയോ എടുക്കുമ്പോൾ അങ്ങനെ ചിലർക്ക് ഇഷ്ടമാവാത്തവരുണ്ടാവും, അവൻ അതൊന്നും നോക്കില്ല, ഇഷ്ടങ്ങളും ഇഷ്ടക്കുറവൊന്നും നോക്കില്ല. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് നമ്മളെ ഫ്രണ്ട് എത്തിയിട്ടുണ്ടായിരുന്നു, അവൾ വന്ന് നമ്മൾ നോമ്പൊക്കെ പിറന്ന് അതിൻ്റെ ഇടയ്ക്ക് പിന്നെ ബാങ്ക് കൊടുക്കുമ്പോൾ ഞാൻ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. നമ്മൾ നോമ്പൊക്കെ പിറന്ന് അവൾ 2 മക്കളാണ് കേട്ടോ. 2 മക്കൾ ഇരട്ട കുട്ടികളാണ്. അപ്പോൾ അവരൊക്കെ വന്ന് ഞങ്ങൾ ഫുഡ് ചായ നോമ്പ് പെറ ഫ്രൂട്ട്സ്, പൊരിക്കടി, ജ്യൂസ് ഒക്കെ ഉണ്ടായിരുന്നു. അടിപൊളി ജ്യൂസ്, അടിപൊളിയായിരുന്ന സംഭവങ്ങളൊക്കെ. അത് കഴിഞ്ഞ് ഞങ്ങൾ നിസ്കരിക്കാൻ വീട്ടിലേക്ക് പോകാനുള്ളൊരു ടൈം, വീട്ടിലേക്ക് അങ്ങോട്ട് ഒറ്റയ്ക്ക് പോകാനും പറ്റില്ല. അപ്പോൾ ഞങ്ങൾ അവിടെ തന്നെ തട്ടിക്കൂട്ടി നിന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ ഇരുന്നപ്പോൾ പിന്നെ അവർ പറഞ്ഞൊരു കാര്യം ചെയ്യുക, പെണ്ണുങ്ങൾ അപ്പുറത്താണ്, അവിടെ പോയിരുന്ന ഇവിടെ ഇനി ആണുങ്ങൾ നിറയുന്ന പറഞ്ഞു ഞങ്ങൾ ഇരുന്നിടത്തുനിന്ന് എണീറ്റ് അപ്പുറത്ത് പോയിരുന്നിട്ടുണ്ടായിരുന്നു ഫുഡ് കഴിക്കാനായിട്ടാണ്. അപ്പോൾ മോനൂസ് ഏകദേശം അവളെ ഒരു മോൻ്റെ അടുത്ത് കമ്പനി ആയിട്ടുണ്ടായിരുന്നു. ഒരു മോന് അങ്ങനെ ആടിക്കഴിഞ്ഞങ്ങാണ്ടാ നിൽക്കുന്നത്. ഒരാൾ ഭയങ്കര ഉഷാറായിരുന്നു കേട്ടോ. അപ്പോൾ അവനെ നുള്ളിയും പിച്ചും കഥ പറഞ്ഞും വർത്തമാനം പറഞ്ഞും അവനായിട്ട് സെറ്റായിട്ടുണ്ടായിരുന്നു. ഫ്രണ്ടാണെന്നുണ്ടെങ്കിൽ ഫ്രണ്ടിൻ്റെ പേര് സുമി എന്നാണ്. അവൾക്ക് ചെറിയൊരു യൂട്യൂബ് ചാനലുണ്ട്. അപ്പോൾ അവൾ വീഡിയോ ഒക്കെ എടുക്കുന്ന ഒരു തിരക്കിലായിരുന്നു കേട്ടോ. അപ്പോൾ ഇവിടെയായിരുന്നു നമ്മൾ നിന്നിട്ടുണ്ടായിരുന്നത്. ഇവിടുന്ന് നമ്മൾ പിന്നെ അപ്പുറത്തേക്ക് മാറിയിരിക്കുക ചെയ്തത്. അന്ന് കഴിഞ്ഞ പ്രാവശ്യത്തേലെന്ന് വെച്ചാൽ മറ്റേ മാല ബൾബ് ഉണ്ടല്ലോ, അതൊക്കെ കൊടുത്തിട്ട് നല്ല ഭംഗിയാക്കിയിട്ടുണ്ടായിരുന്നു. ഇത്തവണ അങ്ങനെയൊന്നും ചെയ്തിട്ടൊന്നുമില്ല കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ ഇരുന്ന് ചിക്കൻ ബിരിയാണി ആയിരുന്നു നമ്മളെ നാട്ടിലെ റഷീദാക്ക ഉണ്ടാക്കുന്ന, റഷീദാക്കാൻ്റെ സ്പെഷ്യൽ റെസിപ്പിയാണ്. അടിപൊളി ചിക്കൻ ബിരിയാണി, അടിപൊളി ചിക്കൻ ബിരിയാണി ആയിരുന്നു. പിന്നെ ഞാൻ ഒരാളെ പെടുത്താൻ നോക്കിയപ്പോൾ അയാൾ പെട്ടില്ല, അയാളെ അവസ്ഥയാണിത്. ആ വീഡിയോയിൽ പെടുന്നത് ഇഷ്ടമല്ലാത്തവരാണ് ഒട്ടുമിക്ക ആൾക്കാരും. അപ്പോൾ പിന്നെ അവർക്ക്
ഇഷ്ടമില്ലാത്ത നമ്മൾ ചെയ്യണ്ടല്ലോ, പിന്നെ നമ്മൾ വീഡിയോ ഡിലീറ്റ് ചെയ്യേണ്ടി വരും, അതിന് നിൽക്കണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ്. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് അടിപൊളിയായിട്ട് നമ്മൾ ഫസ്റ്റിൽ ഇരുന്നിട്ടുണ്ടായിരുന്നു. ബാക്കിയുള്ളവരൊക്കെ നിസ്കാരമൊക്കെ കഴിഞ്ഞ് വന്ന് അവരൊക്കെ ഇരിക്കുന്ന തിരക്കായിരുന്നു. അങ്ങനെ ഞാൻ സുമി കുറച്ചാണ്ട് പോകാനുണ്ട്, അപ്പോൾ അവൾ പോകാൻ വേണ്ടി നിന്ന്. അപ്പോൾ ഞാൻ അവിടുത്തൊക്കെ ബൈയൊക്കെ പറഞ്ഞ് ഇതാണ് അവളെ 2 മക്കൾ ഇരട്ട കുട്ടികളാണ്. അങ്ങനെ ഞങ്ങൾ ബൈയൊക്കെ പറഞ്ഞ് ഞങ്ങൾ പോവാണ് കേട്ടോ വീട്ടിലേക്ക്. ബൈ ബൈ. നടത്തോളി നടത്തോളി. അങ്ങനെ നമ്മുടെ നാട്ടുകാരും ക്ലബും എല്ലാവരും കൂടി നടത്തിയ നമ്മുടെ സമൂഹ നോമ്പ് പേറ അടിപൊളിയായിട്ടുണ്ട്. 2ാമത്തെ നോമ്പ് പേറയാണ് നമ്മൾ കൂടുന്നത്, പക്ഷേ ഇവർ പറയുന്നത് 4ാമത്തെ നോമ്പ് പേറയാണെന്നാണ് കേട്ടോ. അടിപൊളിയായിട്ടുണ്ടായിരുന്നു. പിന്നെ നടന്നു വരുമ്പോൾ പറയണം ഓനും കൂടി എടുത്ത് അതൊക്കെ നോമ്പ് പേറയപ്പെട്ടവർ എന്നുള്ള മൈൻഡായിരുന്നു കേട്ടോ. അപ്പോൾ ഗൈസ് എനിക്ക് പറയാനുള്ളത്, നമ്മുടെ ഫ്രണ്ട് ലത്തി വ്ളോഗർ അവൻ്റെ ചാനലിൽ അടിപൊളിയായിട്ട് എല്ലാവരെയും ഉൾപ്പെടുത്തി എല്ലാവരുടെ അഭിപ്രായങ്ങളും ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു അടിപൊളി വീഡിയോ ചെയ്തിട്ടുണ്ട്. ഞാൻ നമ്മുടെ കമൻറ്റ് ബോക്സിൽ അത് പിൻ ചെയ്ത് കൊടുക്കാം കേട്ടോ. താല്പര്യമുള്ളവരൊക്കെ കണ്ടു നോക്കാം. അപ്പോൾ